ശ്രീ സന്തോഷ് കുമാർ എം പി ദാ നോക്കൂ, പ്രധാനമന്ത്രിയെ തന്നെ ഞങ്ങൾ മുൻപിൽ വെക്കുകയല്ലേ ഞങ്ങൾക്ക് എന്ന രീതിയിലൊരു നറേഷനാണ്. മറുപടി നമ്മള് ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇത് സംബന്ധിച്ച് നല്ല ധാരണ ഒരു പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ ഞാൻ ഈ BJP പ്രതിനിധിയോട് അഭ്യർത്ഥിക്കുന്നത് ദയവായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറയുന്ന ഓരോ വാക്കും പൊതുസമൂഹം ശ്രദ്ധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അമിത വിശ്വാസമല്ല, തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ സ്ക്രൂട്ടിനിക്ക് വിധേയനാകുന്നുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ഈ ചർച്ചയിൽ MLA-മാരും MP-മാരും ഇതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ ഉത്തരവാദിത്തമാണ്. വായിച്ചത് വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ പ്രധാനപദം വായിച്ച ആളാണ്. നാളെ MLA-മാരെയും MP-മാരെയും ഇതിൻ്റെ ഭാഗമാക്കിയേക്കാം. ആ ആശങ്ക ഞാൻ പിന്നീട് പറയാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള തമാശകളൊന്നും പറഞ്ഞ് നേരം കളയാതെ പ്രധാനമന്ത്രിയെ ഇതിൻ്റെ ഭാഗമാക്കിയുമുള്ളത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു ഫലിതമാണ്. അതുകൊണ്ട് എന്താണ്, കേരളത്തിലെ ഒരു മന്ത്രിസഭ, LDF മന്ത്രിസഭ നാളെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു കേസ് ഫ്രെയിം ചെയ്ത് 30 ദിവസം മൂപ്പർ ജയിലിലിട്ട് സ്ഥാനം കളയുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ സംസ്ഥാനത്ത് അങ്ങനെ നടക്കുമോ? അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്താണ്, ഒരു എലിഗേഷൻ്റെ പുറത്ത് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പുറത്ത് ഒരാളെ ഒഴിവാക്കാൻ കഴിയുമോ? ഈ സിമ്പിളായ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം അഴിമതിക്കാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വക്കീലെ, കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനുള്ളിൽ ഈ അന്വേഷണ ഏജൻസി രാജ്യത്ത് കുറേ കേസ് രജിസ്റ്റർ ചെയ്തു. ഏതെങ്കിലും ഒരു BJP നേതാവ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതിന് നിങ്ങൾക്ക് പറയാൻ പറ്റും? അതിനർത്ഥം എന്താണ്? ആ പാർട്ടിക്കകത്ത് ആരും ഇല്ല എന്നാണോ? ഒന്നുമില്ലെങ്കിൽ ധാരാളം പഴയ കോൺഗ്രസ്സുകാരും ചേർന്നിട്ടുണ്ട്. ഒരു ഭാവത്തിന് വേണ്ടി ഞാൻ പറയാം, എന്താണ് ഒരാൾ പോലും EDയുടെ കണ്ടുപെടാത്തത്? ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഇപ്പോൾ BJPയുടെ ഒരു 2ാം മോഡിയായി അവതരിക്കാൻ ശ്രമിക്കുന്ന ആളുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി വേണം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എന്തെല്ലാം അഴിമതികൾ അയാൾക്കെതിരെ BJP ഉന്നയിച്ചു. ഇപ്പം എന്താണ് ഒരു കേസ് പോലും അയാൾക്കെതിരെ ഇല്ലാത്തത്? എന്താണ് ഈ പ്രഫുൽ പട്ടേലിന് പറ്റിയിരിക്കുന്നത്? എന്താണ് അജിത് പവാറിന് പറ്റിയിരിക്കുന്നത്? ഇതൊക്കെ നിരന്തരമായി ചർച്ച ചെയ്ത വിഷയങ്ങളായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ദയവായി നമ്മൾ ഉന്നത നിലവാരമുള്ള ചർച്ചക്കകത്ത് അങ്ങനെ പറഞ്ഞു പോകരുത്. ഇത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഗവൺമെൻറ്റുകളെ, മന്ത്രിമാരെ, സംവിധാനങ്ങളെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ്. എന്ന് പറഞ്ഞാൽ 356 പ്രയോഗിക്കുന്നതിൻ്റെ വേറൊരു രൂപമായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടത്. അതിൻ്റെ ഒരു അഡീഷണൽ ചാപ്റ്റർ എന്നോ എന്ത് വാക്ക് പ്രയോഗിച്ചാലും കുറേ കൂടി നല്ല ഭാഷാ സ്വാധീനമുള്ള ഒരു ആ വാക്ക് പ്രയോഗിക്കട്ടെ. നമ്മൾ ആ വളരെ ഗൗരവത്തിൽ ഇതിനെ കാണണം. അങ്ങ് ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഞാനൊരു BJP പ്രതിനിധികളിൽ പാർട്ടിയെ ന്യായീകരിക്കാനാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അപകടത്തെക്കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല എന്ന് വേണം കണക്കാക്കാൻ. അങ്ങൊരു വക്കീലാണല്ലോ. ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഒരു പ്രതിക്ക് വേണ്ടി നിങ്ങൾ പലപ്പോഴും ഹാജരാകും. അത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. ഈ പ്രതി കുറ്റം ചെയ്യുന്നതാണോ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്? ഒരു എലിഗേഷൻ്റെ പുറത്ത് എങ്ങനെയാണ് ഇത്ര പ്രധാനം ഒരു ഹാർഡ് ഏണ്ടാണ് ഈ സ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്നത്? പണം കൊടുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി മാറി സ്ഥാനം നേടുന്നവരുണ്ടാവാം. പക്ഷെ വർഷങ്ങളുടെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾ ആരും ആയിക്കോട്ടെ മന്ത്രിസ്ഥാനത്ത് എത്തുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശ കളിയില്ലല്ലോ. ഒരു ഗവൺമെൻറ്റിനെ തന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്ന മാതിരി മുഖ്യമന്ത്രി ജയിലിലായി. പല സംസ്ഥാനങ്ങളിൽ എന്താ സംഭവിക്കുക? ഉദാഹരണം ഞാൻ പറയാം, ചന്ദ്രബാബു നായിഡു എത്ര കേസുകളാണ്. നാളെ ഒരു പുതിയ കേസ് വന്നാൽ എന്താ സംഭവിക്കുന്നത്? അത് തന്നെ ഇല്ലാതായി പോവും. അപ്പം നമ്മളിതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ BJPക്ക് മന്ത്രിമാർ, മുഖ്യമന്ത്രിമാരുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. രാഷ്ട്രീയ എതിരാളികളെ വരച്ച വരയിൽ നിർത്താൻ, ആടിക്കളിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ നിർത്താൻ വേണ്ടിയുള്ളതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ദയവായിട്ട് മനസ്സിലാക്കും. അതിനിടയിൽ നമ്മൾ ഒരുപാട് ചരിത്രം പറഞ്ഞു പോയാൽ ഞങ്ങൾക്ക് ധാരാളം പറയേണ്ടി വരും. നമ്മൾ അങ്ങനെ പറഞ്ഞ് നേരം കളയാതെ